അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ഇന്നാണ്. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഒന്നും രണ്ടോന്നല്ല 9ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. ഞായറാഴ്ചയാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണം എന്നുള്ളതാണ്. നേരത്തെയും ഒരു തവണ ഇത്തരത്തിൽ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 1999 യശ്വന്ത് സിൻഹ അന്ന് ധനമന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നു ഫെബ്രുവരി 28 ഞായറാഴ്ച ഈ ബജറ്റ് അവതരണം നടത്തിയത്. ഇത് ചരിത്രത്തിൽ രണ്ടാം തവണയാണ്. ഇത്തവണയും ഇത് ഞായറാഴ്ച ബജറ്റ് അവതരണം നടത്തുന്നത് മറ്റൊരു NDA സർക്കാരാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാമത് ബജറ്റാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ 88ാമത് ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഞായറാഴ്ച അവതരിപ്പിക്കുമ്പോൾ ഓഹരി വിപണികൾ ഒക്കെയും തന്നെ ഈ ഞായറാഴ്ചയും സജീവമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റ് അവതരണത്തിലും ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഈ അവതരണ ശൈലിയിലും അവതരണ രീതികളിലും ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ധനമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ബജറ്റിന്റെ ഉള്ളടക്കത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യം, അതിൽ ഊന്നിയാകും ഇത്തവണത്തെ ബജറ്റ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ പ്രഖ്യാപനം. ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാകും.